പിശാചിനും കടലിനും ഇടയിലുള്ള അവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്ക്. ദിവസങ്ങൾ കടന്നുപോയി. പ്രിയ ഇപ്പോഴും ബ്ലോഗ് മാറ്റിയിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയയുടെ ഒരു മെസ്സേജ് വന്നു. ഒന്ന് ടൗൺ വരെ വരണം, നേരിൽ ഒന്ന് കാണണം. അവളുടെ മെസ്സേജ് കണ്ടപ്പോൾ പരിസരം പോലും മറന്ന് അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ടൗണിലേക്ക് വിട്ടു. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ടൗണിൽ എത്തി. അപ്പോഴേക്കും അവിടെ അവളും ഫാമിലിയും എത്തിയിരുന്നു. എന്നെ കണ്ടതും അവർ എന്നെയും കൂട്ടി ടൗണിലെ അടുത്തുള്ള ഒരു കടയിലേക്ക് പോയി. നാട്ടിൽ അറിയപ്പെടുന്ന ജ്യോത്സ്യനാ ഈ അനൂപ് പണിക്കർ. അവളുടെ വല്യമ്മ എന്നെ നോക്കി പറഞ്ഞു. ഞാനൊന്ന് മൂളി. ഇങ്ങേരെന്താ പറയുന്നത് എന്ന് കേൾക്കാലോ. ഇങ്ങേരും ഇങ്ങനെ തന്നെയാണ് പറയുന്നതെങ്കിൽ വേറെ ഒരു പണിക്കരുടെ അടുത്ത് പോകില്ല. വല്യമ്മ കലിപ്പിൽ തന്നെ പറഞ്ഞു. ഞാൻ ചെറുതായി ഒന്ന് തലയാട്ടി.